കാണികൾ നമ്മൾ എന്തറിയുന്നു, കണ്ണീർ മിഴികളെ മറയ്ക്കുന്നു. അലകടൽ നടുവിലും അഖില മനസ്സിലും അണുവിലും പള്ളിയുറങ്ങുന്നു. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം ഭരിച്ചു. ഇരവും പകലും കരയും കടലും ഇടചേർന്ന ജീവിത കളിയരങ്ങിൽ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം ഭരിച്ചു. ഓം ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. നമസ്കാരം. ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സുസ്വാഗതം. ഭഗവാൻ ചിന്താലേശൻ്റെ മഹാ അത്ഭുത കഥകൾ ഭഗവാന്റെ ഭക്തരെ ചാനലിലൂടെ പരിചയപ്പെടുത്തുകയും ഭഗവാന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനും സത്യാന്വേഷികളായിട്ടുള്ള ആൾക്കാരെ ഭഗവാന്റെ ചാനലിലൂടെ ആശ്രമത്തിൽ എത്തിക്കാനും ഒക്കെ ആയിട്ട് ആണ് ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയ പ്രവർത്തിക്കുന്നത്. ഇന്ന് നമുക്ക് അതിഥിയായി വന്നിരിക്കുന്നത് പ്രദീപാണ്. അദ്ദേഹം ശരിക്ക് അധ്യാത്മചിന്താലയ ആശ്രമം, അതായത് കള്ളിക്കാട് അധ്യാത്മചിന്താലയ ആശ്രമത്തിൽ നിന്ന് ഒരു 4 കിലോമീറ്ററോളം വ്യത്യാസത്തിലാണ് കുറ്റിച്ചൽ എന്ന് പറഞ്ഞ സ്ഥലം. ആ കുറ്റിച്ചൽ അടുത്താണ്, ആ കുറ്റിച്ചൽ ജംഗ്ഷൻ അടുത്താണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം. അദ്ദേഹത്തിന് കഴിഞ്ഞ 9 വർഷത്തോളം കാലയളവായിട്ട് ഭഗവാനുമായിട്ട് ബന്ധമുണ്ട് എങ്കിലും അദ്ദേഹം ചുരുക്കം സമയങ്ങളിൽ മാത്രമേ ഭഗവാനെ ചുരുക്ക പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ. ഭഗവാനെ ചുരുക്കം പ്രാവശ്യം കാണണമെന്നില്ല. ഒരു പ്രാവശ്യം ആ മഹാപ്രഭുവിനെ കണ്ടാൽ മതി, നമ്മളെ ജീവിത സാഫല്യമാവും. കാരണം ഈശ്വരനെ നേരിട്ട് കാണുക എന്നതുപോലെ. അപ്പോൾ ഇന്ന് അദ്ദേഹത്തിനോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. സാർ നമസ്കാരം. നമസ്കാരം. അപ്പോൾ ചാനലിൽ അങ്ങേക്ക് പറയാനുള്ളത് ഭക്തർക്ക് വേണ്ടി ഷെയർ ചെയ്യണം. ഓം ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഓം സദ്ഗുരുവേ നമഃ. ഓം സത്യഗുരുവേ നമഃ. ഓം നിത്യഗുരുവേ നമഃ. ഓം അന്നഗുരുവേ നമഃ. ഓം അറിവ് ഗുരുവേ നമഃ. ഓം നമോ ശ്രീ ചിന്താലേശായ പരബ്രഹ്മ ഗുരുവേ നമഃ. സാർ, എനിക്ക് ഭഗവാനെ അറിഞ്ഞുകൂടായിരുന്നു. അറിയാൻ തുടങ്ങിയതെന്ന് പറഞ്ഞാൽ ഒരു നാമജപം കേട്ടുകൊണ്ടാണ്. എൻ്റെ കുഞ്ഞുനാളിലെ ചെറിയ നാളിലെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പരുത്തിപ്പള്ളിയിലോട്ട് വരണ വഴിക്ക്, അതായത് ആല, അവിടെ ഒരു ആലയുണ്ട്. ആലയ്ക്ക് തൊട്ട് താഴെയായിട്ട് വലത് സൈഡിലൊരു വീടുണ്ട്. ആ വീട്ടിൽ നിന്ന് ആ ഭാഗത്തൂടെ ഞാൻ ഇങ്ങനെ നടന്നു വരപ്പോഴത്തേക്കും എൻ്റെ ചേച്ചിയും കൂടെ ഉണ്ട്. നടന്നു വരുന്ന സമയത്ത് ആ വലത് സൈഡിലെ വീട്ടിൽ ഒരു നാമജപം കേൾക്കുന്നുണ്ട്. നാമജപം എന്ന് പറഞ്ഞാൽ കേൾക്കാൻ നല്ല ഇമ്പത്തിൽ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഞാനത് കേട്ട് തുടങ്ങിയ സമയം മുതലേ ഇതിങ്ങനെ ശ്രദ്ധിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് തിരിഞ്ഞു നോക്കി, ആരെയും കാണാനില്ല. ഞാൻ പിന്നെ ഇങ്ങനെ നടന്നേ താഴോട്ടങ്ങ് പോയി, പരുത്തിപ്പള്ളിയിലോട്ട് പോവുകയാണ്. അവിടെ പോയി എന്താണ് അത്യാവശ്യം എന്ന് അറിഞ്ഞുകൂടാ. പോയിട്ട് ഞാൻ തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോഴും ഈ നാമജപം അവിടെ നടക്കുകയാണ്.
എന്താണെന്ന് അറിഞ്ഞൂടാ, കേക്കായുമ്പം. പക്ഷെ നമ്മൾ വീട്ടിൽ നാമജപിക്കാറുണ്ട്, പക്ഷെ അങ്ങനെയല്ല നമ്മുടെ നാമജപം. അങ്ങനെ കേട്ട് അതിങ്ങനെ തലയിലുണ്ട്. അങ്ങനെ പോയി കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ വന്ന് ഭഗവാനെ പോയി കണ്ടിട്ട് വന്നിട്ട് ഓരോ അനുഭവങ്ങൾ വീട്ടിൽ വന്നിട്ട് അമ്മയുടെ അടുത്ത് പറയും. ഭഗവാൻ പറഞ്ഞ കാര്യവും ഭഗവാൻ ഇരിക്കാൻ പറഞ്ഞ കാര്യവും അങ്ങനെ. അപ്പൊ നമ്മള് ചെറുതായിട്ടൊന്നും ജസ്റ്റ് ഇങ്ങനെ കേട്ടിവിടെ ഉള്ളൂ. പക്ഷെ എപ്പോഴോ മനസ്സിൽ ആ നാമജപത്തിന്റെ ആ ഒരു ഇത് അങ്ങനെ ഉണ്ട്. പിന്നീട് അച്ഛരിക്കും പോയിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് പറഞ്ഞ്, വീട്ടിൽ വന്ന് പറഞ്ഞ് ഭഗവാൻ ഉണ്ണിയപ്പം തന്നു എന്ന് പറഞ്ഞു. അപ്പൊ അത് നമുക്ക് എല്ലാവർക്കും ആയിട്ട് തന്ന്. അടുത്ത് വീണ്ടും ഒരു പ്രാവശ്യം പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഈന്തപ്പഴം കൊടുത്തു കിട്ടച്ഛന്. അത് ഞങ്ങൾ ഒക്കെ കഴിച്ചു. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളില് ഭഗവാനെ കാണാനായിട്ടുള്ളൊരു ആഗ്രഹം വന്നു. അതെങ്ങനെ ഉണ്ട്. പക്ഷേ പിന്നെ പലപ്പോഴും ഞാൻ ഭഗവാനെ കാണാൻ ആഗ്രഹത്തോടു കൂടെയൊക്കെ പോകുമ്പോഴത്തേക്കൊന്നും കാണാൻ പറ്റിയില്ല. എൻ്റെ കല്യാണ സമയമായി. കല്യാണ സമയത്ത് ഈ പരുത്തിപ്പള്ളിയിൽ തന്നെ വേറൊരു വീട്ടിൽ കല്യാണം വിളിച്ച് ചെന്നപ്പോഴത്തേക്കും അവിടുത്തെ ചേട്ടൻ പറഞ്ഞു, ഇങ്ങനെ പ്രദീപ ഇങ്ങനെ ഭഗവാൻ ആശ്രമത്തിൽ വന്നിട്ടുണ്ട്, നിനക്ക് കാണാൻ ഭയങ്കര ആഗ്രഹം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഒന്ന് പോയി നോക്ക്, ചിലപ്പോഴേ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ പോയി. അവിടെ പോയി ആശ്രമത്തിലോട്ട് ആ മെയിൻ ഗേറ്റ് കയറി അകത്ത് ചെന്ന് എനിക്കൊന്ന് ഭഗവാനെ ഒന്ന് കാണണം. അപ്പോൾ അവർ പറഞ്ഞു, ഭഗവാനെ കാണാൻ ഇപ്പോൾ ഭഗവാൻ അകത്തോട്ട് പോയി, നിക്ക് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ കുറച്ചു നേരം ഞാൻ അവിടെ നിന്നിട്ട് ആൾ വന്ന് പറഞ്ഞ്, ഇങ്ങനെ ഇപ്പോൾ കാണാൻ പറ്റൂല. ശരി, തിരിച്ചു വന്നു. അടുത്ത് ഞാൻ കല്യാണം വിളിക്കാനായിട്ട് പോണത് എൻ്റെ വല്യമ്മയുടെ വീട്ടിലാണ്. അപ്പോൾ വല്യമ്മ വീടിൻ്റെ അവിടെ നിന്ന് പോയിട്ട് ഏകദേശം 20 വർഷം കഴിഞ്ഞു. അതിലൊരു ചേട്ടനുണ്ട്. ആ ചേട്ടനെ പിന്നീട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് വലിയ ആഗ്രഹം ഈ ചേട്ടനെ കാണണമെന്ന്. അപ്പോൾ ഈ ചേട്ടൻ എവിടെയാണ് എന്താണെന്ന് പറഞ്ഞുകൂടാ. ഞാൻ കാണപ്പോഴൊക്കെ അവരോട് ചോദിക്കും ചേട്ടൻ്റെ വിശേഷങ്ങൾ. അത് ചോദിക്കാനുള്ള കാരണം അദ്ദേഹം ആശ്രമവാസിയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ കേട്ടിടത്തോളം ആള് പറയണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ താടി മുടിയൊക്കെ നീട്ടി വളർത്തിയിട്ടുണ്ട്, അങ്ങനെ ആശ്രമവാസിയാണ്, അങ്ങനെ നടക്കണം എന്ന് പറയാൻ കേട്ടിട്ടുണ്ട്. പിന്നെ കഥ എഴുത്ത്, കവിത എഴുത്ത് അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് കാണാനൊരു ആഗ്രഹം. ഞാൻ ചെന്നപ്പോഴത്തേക്കും അവിടെ വല്യമ്മയുടെ വീട്ടിൽ കല്യാണം വിളിച്ച് ചെന്നപ്പോഴത്തേക്കും അടുത്ത് ഈ പരുത്തിപ്പള്ളിയിൽ നിന്ന് അടുത്ത് നേരെ പോണത് കല്യാണ വീട്ടിൽ, ആശ്രമത്തിൽ പോയിട്ട് തിരിച്ച് നേരെ പോണത് കല്യാണം വിളിക്കാൻ പോണത് വല്യമ്മയുടെ വീട്ടിലാണ്. അവിടെ ചെന്നപ്പോൾ ഈ ചേട്ടൻ അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ താഴെ വല്യമ്മ ഇരിക്കുകയാണ്. വല്യമ്മയുടെ അടുത്ത് വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് ഞാൻ പെട്ടെന്ന് ചോദിക്കുന്ന ചേട്ടനാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ ചേട്ടൻ മുകളിലുണ്ട്. അപ്പോഴേ ഞാൻ വിട്ടു, മുകളിൽ പോയി. അവിടെ പോയപ്പോഴത്തേക്കും ചേട്ടൻ അങ്ങനെ ഇരിക്കുന്നു. എന്നെ അറിഞ്ഞൂടെ ആളിന്. ഞാൻ പോയി പരിചയപ്പെട്ട് അപ്പോൾ വലിയ കാര്യം വിളിച്ചടുത്തിരുത്തി കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ ഒരു ഭഗവാനെ എനിക്ക് കാണാൻ പറ്റില്ല, പക്ഷെ അവിടെ ചെന്നപ്പോൾ ചെറിയൊരു ആശ്വാസം, ചേട്ടനെ കാണാൻ പറ്റിയല്ലോ, ആ ഒരു ആശ്വാസം. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ഈ ഭഗവാൻ എന്നുള്ളത് ഇങ്ങനെ ഉള്ളിലെ ഉണ്ട്. ചേട്ടനെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് വീണ്ടും കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് വീടിനടുത്തുള്ള ഒരു മാവൻ്റെ അടുത്ത് ഇങ്ങനെ മാവൻ പറയും ഭഗവാനെ നേരത്തെ കണ്ടിട്ടുള്ളതും അതൊക്കെ എൻ്റെ അടുത്ത് പറയും. ഞാൻ ഭഗവാന്റെ കാര്യം ആരെങ്കിലും പറയുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ചെവി കൊടുക്കും, അത് ശ്രദ്ധാപൂർവം കേൾക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പം മാവൻ ഇങ്ങനെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മാവ എനിക്കൊന്ന് ഭഗവാനെ കാണണമെന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അതിനെന്ത് മക്കളെ, നിന്നെ ഞാൻ കൊണ്ടുപോകാം, പക്ഷെ ഒരു കാര്യം ഗ്യാരണ്ടി ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് ശരിയാവും, നമുക്കൊന്ന് നോക്കാം. അങ്ങനെ പോത്തങ്കോട് കൊണ്ടുപോയി മെയിൻ ഗേറ്റ് കഴിഞ്ഞ് അകത്ത് കയറിയപ്പോഴത്തേക്ക് അവിടെ രജിസ്ട്രേഷൻ ബുക്ക്. അപ്പോൾ അത് രജിസ്റ്ററൊക്കെ ഒപ്പിട്ടിട്ട് അവിടെ നിന്ന് രണ്ടുപേര് ചോദിച്ചെന്ത് ഭഗവാനെ കാണാനാണ്. മാവനാണ് പറഞ്ഞത് ഭഗവാനെ കാണാനാണ് വന്നത്. അപ്പോൾ ചെന്നപ്പോഴും മാവനെ അറിയാം. അപ്പോൾ ഞാൻ കൂടെ ഉള്ളത് കൊണ്ട് ഭഗവാന്റെ അനുവാദം വേണം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ്, മക്കളെ നമുക്ക് നിൽക്കാം, നോക്കട്ടെ ഭഗവാൻ എന്താണ് പറയുന്നതെന്ന് അറിയട്ടെ. അപ്പോൾ ഞങ്ങൾ അവിടെ ഇങ്ങനെ തൊഴുതുകൊണ്ട് നിൽക്കുകയാണ്, ഒന്ന് കാണണം എന്ന് വിചാരിച്ചിട്ട്. ഭഗവാൻ പറഞ്ഞ് കയറി ചെല്ലാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയി. അവിടെ പോയി അപ്പോൾ ഭഗവാനെ ഒരു തറയിൽ നിന്ന് കുറച്ചുകൂടെ പൊക്കമുള്ള ഒരു പീഠത്തിൽ ഇരിക്കുകയാണ് ഭഗവാൻ. ഞങ്ങളവിടെ ചെന്ന് നിന്നപ്പോഴത്തേക്കും ചോദിച്ച്, എന്ത് പിള്ളേ എന്ന് മാവൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ കാണാൻ വന്നതാണ് എന്ന് പറഞ്ഞു. എന്ത് കാണാൻ? ഇല്ല, ഒന്ന് കാണാൻ എന്താ പറയാ. അടുത്ത് എന്നെ ഇങ്ങനെ നോക്കി, പിള്ളേ ഇദ്ദേഹം ആര് എന്നിങ്ങനെ വെച്ചു. അപ്പോൾ പറഞ്ഞു, എൻ്റെ മരുമാനാണ്
എന്ന് പറഞ്ഞു. ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഉണ്ടാകാതെ എന്നിട്ട് പറഞ്ഞ് അകത്ത് ആഹാരമുണ്ട്, കാപ്പിയുണ്ട്, നിങ്ങൾ പോയി കഴിക്കണം. അടുത്ത് പറഞ്ഞു ഇവിടെ പൈസയൊന്നും കൊടുക്കണ്ട, നിങ്ങൾ പോയി കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ മുഖം ആകെ മാറി. ഭയങ്കര ദേഷ്യം വന്നു. ദേഷ്യം വന്നിട്ട് ഒരു 5 പൈസയുടെ ചിലവില്ലല്ല പിള്ളേ നിങ്ങൾക്ക് അവിടെ നിന്ന് ആശ്രമത്തിൽ വരാൻ. അപ്പോൾ ഞാൻ ആ കള്ളിക്കാട് ആശ്രമത്തിൽ ചേച്ചിയുടെ കല്യാണം നടന്ന സമയത്തേ പോയിട്ടുള്ളൂ. അന്ന് ചെറിയൊരു ഓല ഷെഡ്, ആ സമയത്തെ ആശ്രമത്തിലായിട്ട് പോയിട്ടുള്ളൂ, പിന്നീട് പോയിട്ടില്ല. അപ്പം മാമൻ അവിടെ നിന്ന് വന്നിട്ട് പിന്നെ കുറേ നാൾ മാമന് പോയിട്ടില്ല. അങ്ങനെ പറഞ്ഞു ഭഗവാൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. അതുകൊണ്ട് വന്നിട്ട് എന്നിട്ട് പറഞ്ഞ് പോയി കഴിക്കുന്ന പറഞ്ഞ് ഞങ്ങള് പോയി അവിടെ ചെന്നപ്പോഴത്തേക്കും ഗോതമ്പ് ദോശ, ചമ്മന്തി, സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു. കഴിച്ചിട്ട് തിരിച്ചിറങ്ങി വന്ന് ഭഗവാനെ തൊഴുത് ഭഗവാൻ പറഞ്ഞ് ശരി വയ്ക്കോ എന്ന് പറഞ്ഞ് ഞങ്ങള് അവിടെ തൊഴുത് ഇറങ്ങി പോന്നു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും എനിക്കൊരാഗ്രഹം, ഭഗവാൻ ഒന്നുകൂടെ കാണണം. ഞാൻ പോയി അപ്പോഴും ഗേറ്റിൽ അവിടെ രജിസ്ട്രേഷനൊക്കെ ചെയ്യണമായിരുന്നു. രജിസ്റ്റർ ചെയ്ത് ഇറങ്ങി വന്ന് 2 പേര് പോയി ചോദിച്ചു. ഭഗവാൻ അകത്ത് ചെല്ലാൻ പറഞ്ഞു. ഞാൻ പോയി കണ്ട്. അപ്പൊ എനിക്ക് അങ്ങനെ കണ്ടപ്പോഴത്തേക്കും എൻ്റെ കംപ്ലീറ്റ് പോയി. അന്ന് മാമൻ്റെ കൂടെ വന്ന് നിന്ന് ആ ധൈര്യമെല്ലാം പോയി. എനിക്ക് എന്ത് ഏതാണെന്ന് പറഞ്ഞൂടാ. ഭഗവാൻ നേരിട്ട് ഒറ്റയ്ക്കേ ഉള്ളൂ, അകത്ത് ഒരാളുണ്ട്, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, അകത്ത് ഭഗവാന്റെ കൂടെ ഒരാളുണ്ട്. അപ്പൊ ഞാൻ അവിടെ ചെന്ന് നിന്നപ്പോഴത്തേക്ക് എൻ്റെ ചോദിച്ചു എന്ത് പിള്ളേ? ഞാൻ പറഞ്ഞു കാണാമെന്നതാണ്. ഇതിങ്ങനെ കിട്ടി. അടുത്ത് ആളുടെ ചോദിച്ച് പിള്ളേ ഇദ്ദേഹത്തിന് അറിയാമോ? അപ്പൊ പുള്ളിക്ക് തന്നെ അറിഞ്ഞൂടാ, പുള്ളിയും കുറ്റച്ചലുള്ളതാണ്, കാര്യോടുള്ളതാണ്. പുള്ളിക്ക് പറഞ്ഞൂടാ. ഞാൻ എന്നിട്ട് പുള്ളി എന്നെ പരിചയപ്പെടുത്തി കൊടുത്തു. ഞാൻ പുള്ളിയോട് പറഞ്ഞു കൊടുത്ത് പുള്ളി അങ്ങോട്ട് പരിചയപ്പെടുത്തി കൊടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് ഇങ്ങനെ നിന്നിട്ട് തൊഴുതുകൊണ്ട് നിന്നപ്പോഴത്തേക്കും വേറൊരാൾ വന്ന് വിളിച്ചിട്ട് പറഞ്ഞ് എനിക്ക് പോവാം എന്ന് പറഞ്ഞ് പുറത്തിറങ്ങി. അത് ആ ഒരു സംഭവം എനിക്ക് മറക്കാനേ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഭഗവാനെ എനിക്ക് നേരിട്ട് കാണാൻ പറ്റി. അത് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ എനിക്ക് മറക്കാൻ പറ്റില്ല, ജീവിതത്തിൽ മറക്കാനേ പറ്റാത്തൊരു വലിയൊരു കാര്യം. അത് കഴിഞ്ഞ് പോയി. പിന്നെ നമുക്ക് ഭഗവാനെ കാണണം, ആ ഒരു മനസ്സിൽ ആ ഒരു ഇതാണ്, ഭഗവാനെ കാണണം. അങ്ങനെ വീണ്ടും പോയപ്പോഴത്തേക്കും ഞാൻ ചെന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ടിൽ നിന്ന് 2 പേര് പോണ്. അപ്പോൾ ഞാൻ ചെന്നപ്പോഴറിയണം ഭഗവാൻ സുഖമില്ല, അകത്ത് കിടക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഇന്നിനി കാണാൻ പറ്റുമോ തോന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഭഗവാൻ അകത്ത് സംസാരിക്കുന്നുണ്ട്, ഉറക്കെ സംസാരിക്കുന്നുണ്ട്, എന്തൊക്കെയാണെന്ന് അറിഞ്ഞൂടാ. അപ്പൊ അകത്ത് നിന്ന് 2 പേര് വന്നിട്ട് എന്നെ വിളിച്ചിട്ട് പോയിട്ട് പറഞ്ഞ് അകത്ത് കയറണ്ട, ഇവിടെ നിന്ന് നോക്കി തൊഴുതാ മതി, ഭഗവാൻ അകത്തുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് തൊഴുത് അറിയാതെ കണ്ണിൽ കൂടെ കണ്ണീര് വന്നുപോയി ഭഗവാൻ. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് ഭഗവാൻ സുഖമായി, ആ ഒരു ഒക്കെ സുഖമായി. പിന്നീട് പോയത് അതിന് മുമ്പുള്ള 3 പ്രാവശ്യം പോകുമ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ വേറെ ഒന്നുമില്ല, ഭഗവാന്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കണമെന്നോ പറയണമെന്നോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ 4ാമത്തെ പ്രാവശ്യം പോകുമ്പോഴത്തേക്കും ഒരു അമ്പലത്തിന്റെ ഒരു ചെറിയൊരു കാര്യം അറിയാൻ കൊള്ളാമെന്ന് വെച്ചിട്ട് പോയി. വന്ന് ഭഗവാനെ കാണാൻ പറ്റില്ല. ഭഗവാൻ ഉണ്ടായിരുന്നു, ഭഗവാനെ കാണാൻ പറ്റില്ല. പിന്നീട് ഭഗവാനെ ഞാൻ കണ്ടിട്ടില്ല, പിന്നീട് കാണാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ഭഗവാന്റെ ജീവസമാധി കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പോവുകയാണ്. എന്തോ സാറേ പിന്നെ എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഞാൻ ഭഗവാൻ ജീവസമാധിക്ക് മുമ്പുള്ളതുമല്ല അല്ല സാർ, പിന്നീട് അതിന് ഈ സമാധി കുറച്ച് ദിവസം മുമ്പ് ഭഗവാന്റെ ഒരു സ്വപ്നം ഞാൻ കണ്ടു. ഭഗവാൻ വലിയൊരു പൊക്കപ്പുറത്ത് ഭഗവാൻ ഇരിക്കുകയാണ്. ഞങ്ങൾ കുറച്ച് പേര് ഇങ്ങനെ താഴെ ഭാഗത്ത് ഇങ്ങനെ ഭഗവാനെ തൊഴുതിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഭഗവാൻ എന്നെ കൈയാട്ടി വിളിച്ച് ഞാൻ ഈ സ്റ്റെപ്പ് ഇങ്ങനെ കയറി ചെന്ന് ഭഗവാന്റെ അടുത്ത് നിൽക്കപ്പോഴത്തേക്കും ഭഗവാൻ ഭയങ്കരമായി ചിരിച്ച്, ഭയങ്കര സന്തോഷത്തോടെ ചിരിച്ച് എൻ്റെ അടുത്ത് എന്തൊക്കെയോ പറയണം. പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല. ഭഗവാൻ സംസാരിക്കുകയാണ്. എന്നിട്ട് എന്നെ അടുത്ത് വിളിച്ചിട്ട് കുറച്ച് ഭസ്മം എടുത്തിട്ട് എൻ്റെ കയ്യിൽ വച്ച് തന്നിട്ട് തലയിൽ
തൊട്ടിട്ട് ഈ എന്നെ ഇതെല്ലാം ചെയ്യുമ്പോഴും ഭഗവാൻ ഭയങ്കര ചിരിച്ച് സന്തോഷിച്ച് എന്തോ പറയണം. പക്ഷെ അതെന്താണ് ഏതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. തൊട്ടിട്ട് പറഞ്ഞിട്ട് പോയിട്ട് വാന്ന് പറഞ്ഞു. അത് ഭയങ്കര ഒരു അനുഭവമായി പോയി എനിക്ക്. അത് സ്വപ്നം എന്ന് പറഞ്ഞാൽ നല്ല ഉറക്കമല്ല, പക്ഷെ ഞാൻ അങ്ങനെ കണ്ടു ഭഗവാനെ. പിന്നീട് ഭഗവാൻ ജീവസമാധിയായി. അതിനുശേഷം പിന്നെ എനിക്ക് അതിനുശേഷം അവിടെ പോയി. പിന്നെ എനിക്ക് അവിടെ ഈ ആശ്രമങ്ങളിലൊക്കെ പോകണം എന്നുള്ളൊരു ചിന്ത പിന്നെ പഴയതിനേക്കാളും പ്രശ്നമായി എന്നല്ല, പഴയതിനേക്കാളും കൂടുതലായി. അങ്ങനെ പിന്നെ പോയേ പറ്റൂ. ഞാൻ പോയി. ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ പോകണമെന്ന് പറഞ്ഞാല് ഫാമിലി എല്ലാവരും, അമ്മയും രണ്ട് മക്കളുണ്ട്, ഭാര്യ, അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് ആശ്രമത്തിൽ പോകാനും. ചില സമയത്ത് അവർ തന്നെ ഇങ്ങോട്ട് പറയും നമുക്ക് ആശ്രമത്തിൽ പോവാം, നാമജപത്തിന് പോവാം എന്ന് പറയും. ഭാര്യ ഇടയ്ക്ക് പറയാറുണ്ട് എന്റെ തലയിൽ ഇങ്ങനെ അവിടുത്തെ നാമജപം മുഴങ്ങിക്കൊണ്ടിരിക്കണേ, നമുക്ക് ആശ്രമത്തിൽ പോവാം. ഞാൻ പറയാം ശരി ഇന്ന ദിവസം. അപ്പൊ അവർ തന്നെ ഒരു ദിവസം പറയും. ആ ദിവസം വെച്ചിട്ട് ഞാൻ എല്ലാവരും കൂട്ടിട്ട് അന്ന് എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും മാറ്റിവെക്കാൻ പറ്റുന്നതാണെങ്കിൽ പരമാവധി മാറ്റിവെച്ചിട്ട് ആശ്രമത്തിൽ പോകാറുണ്ട്. പിന്നെ നമ്മുടെ ഈ അനുഭവങ്ങളിലോട്ട് പോകുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞാൽ നെയ്യാറ്റിൻകര ആശ്രമത്തിൽ പോയ ഒരു ഭയങ്കര അനുഭവം. കഴിഞ്ഞ വർഷത്തെ ഉത്സവത്തിന് പോകുമ്പോഴത്തേക്കും എനിക്ക് ആശ്രമം അറിഞ്ഞുകൂടാ. നെയ്യാറ്റിൻകര പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ ഭഗവാന്റെ മുമ്പിൽ ഭഗവാന്റെ ഒരു പുസ്തകം ഞാൻ അവിടെ നിന്ന് പോത്തൻകുടിൽ നിന്ന് വാങ്ങിച്ചത്. അതിന്റെ ഫ്രണ്ടിൽ പേജിൽ ഭഗവാന്റെ ഒരു ഫോട്ടോയുണ്ട്. ആ ഫോട്ടോ വെച്ചിട്ടാണ് വിളക്കെത്തിക്കുന്ന എൻ്റെ തൊട്ട് ഇപ്പുറത്ത് വെച്ചിട്ടാണ് ഒരു തിരി കത്തിച്ചു വയ്ക്കുന്നത്. 2 തിരി ഇങ്ങനെ ദിവസം കത്തിച്ചു വയ്ക്കും. അപ്പം പതിപോലെ അന്ന് രാവിലെ വന്ന് കുളിച്ച് 2 തിരി കത്തിച്ചു വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഭഗവാനെ ഞാൻ നെയ്യാറ്റിൻകര ആശ്രമത്തിൽ പോവുകയാണ്, എനിക്ക് അറിഞ്ഞുകൂടാ, ആശ്രമം അറിഞ്ഞൂടാ ഭഗവാനെ എന്ന് പറഞ്ഞ്. എൻ്റെ ഒരു കാറുണ്ട്. അപ്പൊ എൻ്റെ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ കാറും ഉണ്ട്, കുറ്റിച്ചിൽ ഇട്ടിട്ട് അവിടെ നിന്ന് ബസ്സിൽ പോവാം. അപ്പൊ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കുറ്റിച്ചിൽ എത്തുന്നതിന് മുമ്പായിട്ട് പ്ലാൻ മാറി കാറിൽ പോവാം. കാറ് കൊണ്ട് നെയ്യാറ്റിൻകര ആശുപത്രി ജംഗ്ഷന്റെ ആ ഭാഗത്ത് ചവിട്ടാണ്. എനിക്ക് അറിഞ്ഞുകൂടാ, പിന്നെ അങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞൂടല്ല. ഞാൻ അവിടെ കൊണ്ട് ചവിട്ടപ്പോഴത്തേക്ക് എൻ്റെ എതിരെ ഇങ്ങനെ ഒരാൾ നടന്നു വരണം. ഒരു കയ്യിൽ കൊടുത്ത് ഒരു അരക്കൈ ഷർട്ട് ഇട്ടിട്ട് ഒരാളിങ്ങനെ നടന്നിങ്ങനെ വരെയാണ്. അപ്പൊ ഞാനിങ്ങനെ സൈഡ് ഒതുക്കി ചവിട്ടി ആള് ചേർന്ന് വന്നത് ഒരുമിച്ച് ഞാൻ ഇങ്ങനെ ഒന്ന് കൈ കാണിച്ച്. ഞാൻ കേട്ട് എനിക്ക് ആശ്രമത്തിൽ ഉത്സവം നടക്കുന്ന ആശ്രമത്തിലൊന്ന് പോകണമായിരുന്നു. ആലയിൽ ആശ്രമത്തിലാണ്. ഞാൻ പറഞ്ഞു ആലയിൽ ആശ്രമത്തിൽ. അപ്പൊ പുള്ളി അങ്ങനെ നിന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ നോട്ടം നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ കുറേ ദിവസമായി അങ്ങോട്ട് പോയിട്ട്, ഞാൻ കൂടെ വരാം എന്ന് പറഞ്ഞാൽ ഭയങ്കര ആശ്വാസമായി. അപ്പോൾ പുള്ളി കൂടെ കയറി അങ്ങോട്ട് പോണ വഴിക്ക് ഇദ്ദേഹം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം. ഈ ആശ്രമത്തിൽ പോയിട്ട് കുറേ ആവണ്, അങ്ങോട്ടൊന്നും പോവാറില്ല, എൻ്റെ അടുത്ത് എവിടെ നിന്ന് വരണേ എന്താണ് എന്നൊക്കെ ചോദിച്ച് അങ്ങനെയൊക്കെ സംസാരിച്ച്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് പറഞ്ഞ് ആശ്രമത്തിൽ കൊടുക്കാൻ ഞാൻ തിരി വാങ്ങിച്ചില്ല, എനിക്കൊന്ന് തിരി വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പറഞ്ഞു ഇത്രയും രാവിലെ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് തിരി വാങ്ങിക്കാൻ, എന്നാലും നമുക്കൊരു കടയുണ്ട് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് പോയി. അവിടെ ഒരു കട തുറന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് തിരി വാങ്ങിച്ച് ആശ്രമത്തിൻ്റെ അവിടെ പോയിട്ട് എൻ്റെ പറഞ്ഞു ഇതാണ് ആശ്രമം എന്ന് പറഞ്ഞ് ആശ്രമത്തിൽ കയറി. അവിടെ കയറപ്പോഴത്തേക്ക് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞ് പോയി കാപ്പി കുടിച്ചിട്ട് ഞാൻ പറഞ്ഞ് നാമജപം നടക്കണം, ഞാനൊന്ന് നാമജപത്തിലിരിക്കാം, എന്നിട്ട് ഞാൻ വരാം. എന്നാൽ പിന്നെ ശരിയെന്ന് പറഞ്ഞിട്ട് ഞാൻ നാമജപത്തിലോട്ട് പോയി. ഇദ്ദേഹം ഇങ്ങനെ ഇട സൈഡിലോട്ട് പോയി. അപ്പോൾ ഞാൻ നാമജപം കഴിഞ്ഞിട്ട് ഒരു 3/4 മണിക്കൂറോളം സമയം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അവിടെ നിന്ന് പുറത്തിറങ്ങുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിനെ കാണാനില്ല. കുറേ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇദ്ദേഹം എന്നിട്ട് എൻ്റെ കേട്ട് എൻ്റെ പറഞ്ഞ് ഞാൻ കാപ്പി കുടിച്ച്, നിങ്ങൾ കാപ്പി കുടിച്ചാൽ? ഞാൻ പറഞ്ഞ് ഇല്ല, ഞാൻ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് എന്നാൽ പിന്നെ നിങ്ങളെ ഇഷ്ടത്തിന് കാപ്പി കുടിച്ചിട്ട് ഇറങ്ങാന്ന് പറഞ്ഞ്. എന്നിട്ട് എൻ്റെ പറഞ്ഞ് ഞാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് തിരിച്ചൊന്നും സംസാരിക്കാൻ പറ്റില്ല. ഞാൻ വല്ലാത്തൊരു അവസരമായി പോയി. കാരണം നമ്മൾ അറിഞ്ഞൂടാതെ വന്നു, അതൊരു അനുഭവം തന്നെയാണ്. അറിഞ്ഞൂടാതെ വന്നു, അതൊക്കെ വലിയൊരു കാര്യമായിട്ട് തോന്നി. ഞാൻ ഇങ്ങനെ ഒന്ന് തലയാട്ടി. എന്നിട്ട് എൻ്റെ വീണ്ടും പുള്ളി പറഞ്ഞ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടല്ലേ പോവുള്ളൂ? ഞാൻ പറഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ എന്തായാലും അന്ന് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ 3 മണിയായി. ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ അവർ എല്ലാവർക്കും വിളമ്പണ കൂട്ടത്തിൽ എനിക്കും കൂടെ വിളമ്പാൻ ഭഗവാനൊരു അനുഗ്രഹം തന്നു. ഞാനും കൂടെ നിന്ന് ഭക്ഷണം വിളമ്പിയാലൊക്കെ സാറേ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേ സാർ ആഹാരം ത്തിനായിട്ട് ഇലയിട്ട് ആളെ വിളിക്കുമ്പോഴത്തേക്കും വന്ന് എല്ലാവരും കൂടെ വന്നിരിക്കുകയാണ്. അപ്പൊ പുറത്താരുമില്ല, വേറെ ആരുമില്ല. അപ്പൊ ഇവിടെ ഈ ഫില്ലാവണം.
അത് കഴിഞ്ഞിട്ട് ഈ ആഹാരം കഴിച്ച് പകുതിക്ക് മുകളിലാകുമ്പോഴത്തേക്കും കുറച്ച് പേര് ഇങ്ങനെ വരും. ഈ ആഹാരം കഴിച്ച് അടുത്ത് ഇലയിടുമ്പോഴത്തേക്കും ആള് കയറി ഈ ഇവിടെ ഫുള്ളാവും. സാർ ഞാൻ അവിടെ നിന്ന സമയത്ത് എല്ലാ പ്രാവശ്യവും നടന്നത് കാണും. ഇതാണ് ഞാൻ നടന്നത് അവിടെ. പിന്നീട് അല്ലാതെ വന്ന് ഇടിച്ച് തള്ളി അങ്ങനെ ഒരു ഇതേ ഇല്ല. അത് ഇങ്ങനെയാണെന്ന് ഒരു അറിഞ്ഞൂടെ സാർ. അതായത് ഭക്ഷണം എല്ലാം വിളമ്പി വയ്ക്കാൻ അങ്ങനെ ആവുമ്പോഴത്തേക്കും ആളുകൾ ഇങ്ങനെ വന്നു തുടങ്ങും. എന്നിട്ട് ഇത് പെട്ടെന്ന് ഇതങ്ങ് ഫില്ലാവും, നിറയും ആളും തീരും. നിറയും ആളും തീരും. ഓ ഭയങ്കര. അത് കഴിഞ്ഞിട്ട് മഴ പെയ്ത അന്ന് ആ സമയത്ത് അത് ആ ആശ്രമത്തിന്റെ 3 കിലോമീറ്റർ ചുറ്റളവിലാണ് മഴ പെയ്തത്. ആശ്രമത്തിൽ മഴയില്ലായിരുന്നു. ആശ്രമത്തിൽ മഴയില്ല. അങ്ങോട്ട് വരണവർ പറയും അവിടെ ഭയങ്കര മഴ, ഇവിടെ ഭയങ്കര മഴ എന്നൊക്കെ പറയും. ഞാൻ തിരിച്ചു പോകുമ്പോഴും റോഡ് അത്രയും വെള്ളം. മനസ്സിലായി. ഭഗവാൻ കാക്കും അവിടെ അത്രയും മഴ. അങ്ങനെയുള്ളൊരു കാര്യം. അത് നമുക്ക് അതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഒന്നും അതൊന്നും പോവില്ല സാർ. അത്രത്തോളം ഭഗവാൻ ആയി ഹൃദയത്തിലായി, അത്രത്തോളം. പിന്നെ അടുത്ത് ചേച്ചിയുടെ മോളെ കല്യാണം നടക്കുമ്പോഴത്തേക്ക് അത് ആശ്രമത്തിൽ, ചിന്താലയ ആശ്രമത്തിൽ വെച്ചിട്ട്, നമ്മളെ മണ്ഡപത്തിൽ വെച്ചിട്ട് അത് കല്യാണത്തിന് കുറച്ച് സാമ്പത്തിക പ്രശ്നമുണ്ട്. കല്യാണ ലെറ്റർ അടിച്ചു വന്നപ്പോഴേ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ, ഞാൻ ഈ ക്ഷേത്ര പൂജയ്ക്ക് കൂടെയൊക്കെ പോകും. അപ്പൊ അമ്മ പറഞ്ഞ, മക്കളെ ക്ഷേത്ര പൂജയ്ക്ക് പോവല്ലേ, അപ്പൊ കൊണ്ടുപോയി ക്ഷേത്രത്തിൽ കൊണ്ടുപോയി പൂജയ്ക്ക്. അപ്പൊ ഞാൻ പറഞ്ഞ, അമ്മ വേണ്ടമ്മ, അമ്പലത്തിലൊന്നും കൊണ്ടുപോയിക്കണ്ട, ഞാൻ ഭഗവാന്റെ നടയിൽ ഒരു ലെറ്റർ വയ്ക്കാം അമ്മ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ലെറ്റർ എടുത്തിട്ട് ഭഗവാന്റെ നടയിൽ വെച്ച്. അടുത്ത് ഞാൻ വൈകുന്നേരത്ത് വിളക്കെത്തിക്കാനായിട്ട് വന്നപ്പോഴത്തേക്കും ആരോ ഒരു ലെറ്റർ കൂടെ എടുത്ത് അതിൻ്റെ കൂടെ വെച്ചേക്കണം. അപ്പൊ ലോണിന് അപേക്ഷിച്ച് അപ്പൊ ലോൺ ഈ സമയത്തിന് കിട്ടിയില്ല. കാശിന് നന്നായിട്ട് പ്രശ്നമായി. അപ്പോ പിന്നീട് കാശിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓട്ടമായി. ഈ കല്യാണ സമയം ആയപ്പോഴത്തേക്കും സമൃദ്ധമായ രീതിയിൽ പൈസ വന്നു. എവിടെ നിന്നാന്ന് അറിഞ്ഞുകൂടാ, പൈസ വന്നു. തലേ ദിവസം ഫംഗ്ഷൻ വച്ചിട്ടില്ലായിരുന്നു. ചെറിയ ഒരു കല്യാണം പോയിട്ട് അത്രത്തോളം സാമ്പത്തികമുള്ള ഇതല്ല. അപ്പോൾ ചെറിയ രീതിയിൽ അവിടെ കല്യാണം മാത്രമായിട്ട്. അപ്പോൾ അവിടെ ഉള്ളവരൊക്കെ പറഞ്ഞ, ആശ്രമത്തിലായതുകൊണ്ട് എല്ലാവർക്കും വരാനുള്ളൊരു സൗകര്യക്കുറവുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഫംഗ്ഷനും കൂടെ ഒക്കെ വയ്ക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ പിന്നീടാണ് ഫംഗ്ഷനെ കുറിച്ച് ആലോചിച്ചത് ഫംഗ്ഷൻ വെച്ചത്. ഫംഗ്ഷൻ വെച്ചപ്പോഴത്തേക്കും എല്ലാവർക്കും സമൃദ്ധമായ രീതിയിൽ ആഹാരം കൊടുക്കാനും പറ്റി. അതുപോലെ തന്നെ നമ്മളെ പ്രതീക്ഷയ്ക്കും അപ്പുറം സാമ്പത്തികം അവിടെ വന്നു. പ്രതീക്ഷയ്ക്കും അപ്പുറം സാമ്പത്തികം അവിടെ വന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞ് രാത്രി ആയപ്പോഴത്തേക്കും ചേച്ചി അളിനോട് പറഞ്ഞ്, വിളിച്ചവർ ഏകദേശം കൂടെ വന്നു, ഇപ്പൊ നാളെ ഇനിയിപ്പോ ആശ്രമത്തിൽ ആള് കുറവായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേന്ന് ആശ്രമത്തിൽ ഈ കല്യാണത്തിന് ഒരു 20 മിനിറ്റ് മുമ്പ് ആളില്ല ആശ്രമത്തിൽ. അപ്പൊ നമ്മൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന നോക്കിയാണ്, ആഹാരം വെച്ചേക്കല്ലേ. അപ്പോ ഇനിയിപ്പോ എന്ത് ചെയ്യും? നമുക്കേ ബോധ്യമാണ് തലേ ദിവസം ആള് വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു 20 മിനിറ്റിനകത്ത് വെച്ചിട്ട് സാറ് മണ്ഡപവും നിറഞ്ഞു, ആള് ചുറ്റും നിൽക്കാൻ തുടങ്ങി. അടുത്ത് വേറൊരു പ്രശ്നമായി, ആഹാരത്തെ കഴിയുന്നു. അത് അടുത്ത പ്രശ്നം. അങ്ങനെ കല്യാണം കഴിഞ്ഞ് ആഹാരം കൊടുത്തു തുടങ്ങി. എല്ലാം കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും പാചകക്കാരൻ വന്നിട്ട് പറയാണ്, ആഹാരം തികയില്ല, ചോറ് തികയില്ല, കറിയൊക്കെ ഉണ്ട്, ചോറ് തികയില്ല, അപ്പൊ എന്തെങ്കിലും സംവിധാനം കാണണം എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അകത്ത് വിളിച്ചിട്ടാണ് പുള്ളി പറയണത്. പൊടിയണ്ണനാണ് അവിടെ അടുത്തുള്ള പാചകത്തിന് നിൽക്കണ. അപ്പൊ ഞാൻ അവിടെ ഓടി ചെന്നപ്പോഴത്തേക്കും പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ്, പ്രദീപ് പോയിട്ട് ഒരു 10 കിലോ അരി വാങ്ങിയിട്ട് പെട്ടെന്ന് വേവണ അരി വാങ്ങിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അപ്പോഴേ ഓടി. കുറച്ചു പേരിങ്ങനെ മണ്ഡപത്തിനകത്ത് ഇരിപ്പുണ്ട്. ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ കാണണമെന്ന് പറഞ്ഞാൽ ഇലയിട്ട് ആഹാരം വിളമ്പിയൊക്കെയാണ്. അപ്പൊ ഞാൻ വന്നിട്ട് അദ്ദേഹത്തിനോട് ചോദിച്ച്, ഇപ്പൊ ചോറില്ലാതെ ഇപ്പൊ എങ്ങനെ? എനിക്ക് അറിഞ്ഞൂടാ പ്രത്യേക. അവിടെ നിന്നവരൊക്കെ പറഞ്ഞു അവിടെ ചോറിരിക്കണം. നമ്മളൊക്കെ പോയിട്ട് അവിടെ കണ്ടില്ല. സാർ ഇത് നടന്ന കാര്യമാണോ സാർ? യഥാർത്ഥം നടക്കും, എനിക്കറിയാം. ഭഗവാന്റെ അവിടെ ഇരുന്നവർക്കൊക്കെ ചോറ് കൊടുത്തു. അവിടെ ഇരുന്നവർക്ക് എല്ലാവർക്കും ചോറ് കൊടുത്തു. ആ അരി വെന്തില്ല. വീണ്ടും ഉണ്ട് വിളമ്പിക്കൊണ്ട് തന്നവര് ഞങ്ങളൊരു കുറച്ച് പേര് എല്ലാം കൂടെ ഒരു 10-30 പേർക്ക് പുറത്ത് വീണ്ടും ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം ആ ചോറ് അവിടെ ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവര് കഴിച്ച് കഴിഞ്ഞു സാർ. ചോറില്ല എന്ന് പറഞ്ഞിടത്തുനിന്ന് ഇവരെല്ലാവരും കഴിച്ച് കഴിഞ്ഞ് അവരെ കഴിച്ച്. അപ്പൊ അതിനകത്തുള്ളൊരു ഇതെന്ന് പറഞ്ഞാല് നമ്മളെല്ലാവരും
അങ്ങ് നിശബ്ദരാണ്. ഇതെന്താണ് ഏതാണെന്നൊന്നും അറിഞ്ഞൂടല്ലോ. ഇല്ല. ആഹാരമില്ല എന്ന് എല്ലാവരും ബോധ്യപ്പെട്ട് വന്ന് ഇത്രയും പേർക്കുള്ള ഭക്ഷണം ഇല്ല എന്ന് പറഞ്ഞ് അരി വാങ്ങിച്ചുകൊണ്ട് വന്ന് ചോറായില്ല, അതിനു മുമ്പ് ഇവിടെ ഇരുന്നവർക്ക് എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു. അടുത്ത് വീണ്ടും വിലയിട്ട് നമ്മൾ കുറച്ച് പേരുണ്ട്, നമുക്കെല്ലാവർക്കും ആ ഫസ്റ്റ് വെച്ച ആ ചോറ് തന്നെ തികഞ്ഞു, എല്ലാവർക്കും കൊടുത്തു. ഇതൊന്നും ഇല്ല. ഭാഗവൻ വിചാരിച്ച എന്തോന്ന് പറഞ്ഞ അന്നദാന പ്രഭുവല്ലേ ഇത് സാർ എന്താണ് അതിനകത്തുള്ള ഇതെന്ന് അറിഞ്ഞൂടോ. ഞാൻ എന്നിട്ട് അദ്ദേഹത്തിനെ വിളിച്ച് ചോദിച്ചു, പാചകക്കാരൻ അണ്ണനെ വിളിച്ച് ചോദിച്ച, അണ്ണൻ ചോറ് തികയില്ല. എനിക്ക് അറിഞ്ഞൂടെ, പിന്നെ ഞങ്ങൾ പോയി നോക്കിയതാണ്, നിങ്ങളെ കൂടെ വന്ന് നോക്കിയതല്ലേ. പിന്നെ പയ്യന്മാർ പറഞ്ഞ അവിടെ ചോറ് ഇരിക്കണം ഇവിടെ ചോറ് ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും കൊടുത്തു. അപ്പോൾ വാങ്ങിച്ചോണ്ട് വന്നതിൽ പകുതി അപ്പോൾ അരി ഇട്ടുള്ളൂ, വേവിച്ചിട്ടുള്ളൂ. ആ ചോറ് അത്രയും അധികമായി ബാലൻസ് വന്നു. ഭഗവാൻ ആ ചോറ് അത്രയും ബാലൻസ് വന്നു. എന്നിട്ട് അതിനപ്പുറം വേറൊരു സംഭവം സാർ. അപ്പോൾ ഈ കല്യാണം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി കാശ് എല്ലാം ആയാ ചേച്ചി? അപ്പോൾ എൻ്റെ ചേച്ചി പറഞ്ഞു, കല്യാണത്തിന് 2-3 ദിവസം ഉള്ളപ്പോഴത്തേക്കും ഒരു ചേച്ചിയുടെ ഒരു സുഹൃത്ത് കൊണ്ട് 1 ലക്ഷം രൂപ കൊടുത്തു. അത് അദ്ദേഹത്തിന്റെ മോളെ കല്യാണ ആവശ്യത്തിന് വെച്ചിരുന്നത്. 1 മാസം ഉണ്ട് വീണ്ടും കല്യാണത്തിന്. ഇത് നീ വച്ചേക്ക്, നിന്റെ ഇപ്പോഴത്തെ ആവശ്യം നടക്കട്ടെ, അത് കഴിഞ്ഞിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ നമ്മള് ചിന്തിക്കപ്പോഴേ സാർ, അത് എന്താണെന്ന് അറിഞ്ഞൂടാ. ഭഗവാന്റെ വലിയൊരു അനുഗ്രഹം അല്ലാതെ വേറൊന്നും പറയാനില്ല സാർ. അത്രത്തോളം പിന്നെ അതായത് അച്ഛന്റെ സമയത്തെ അച്ഛൻ പോകുമായിരുന്നു, പക്ഷെ അപ്പോഴൊന്നും നമുക്ക് അറിഞ്ഞൂടാ. ഭഗവാന്റെ ഞാൻ പറഞ്ഞില്ലേ, ചേച്ചിയുടെ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ടാണ് ആശ്രമത്തിൽ തന്നെ പോണത്. അതിനുശേഷം പിന്നെ എന്തൊക്കെയാണ് നടന്നതെന്ന് അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞ ആ സ്വപ്നം എന്ന് പറഞ്ഞാല് എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഭഗവാൻ എന്താണ് പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഭഗവാൻ ഭയങ്കരമായി ചിരിച്ച് സന്തോഷിച്ചുകൊണ്ടാണ് ആ കാര്യങ്ങളൊക്കെ എനിക്ക് ഭസ്മം തന്നതും തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. ഞാൻ പക്ഷെ ഇതൊന്നും വേറെ ആരുടെ പറഞ്ഞിട്ടില്ല സാർ. ഇല്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മള് പറയുമ്പോൾ ഏത് രീതിയിൽ എടുക്കുമെന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അവിടെ പറഞ്ഞില്ല. ഇതിനകത്ത് വെച്ചിട്ട് അപ്പൊ ഞാൻ അവിടെ ഈ കൈനീട്ടം കൊടുക്കണ അത് പിന്നീടാണ് അറിയണത്. അപ്പൊ ഞാൻ ഇങ്ങനെ എന്റെ മനസ്സുകൊണ്ട് ഇങ്ങനെ ആഗ്രഹിച്ചു, ഭഗവാന്റെ കയ്യിൽ നിന്ന് കൈനീട്ടം വാങ്ങിക്കാൻ പറ്റില്ലല്ലോ എന്ന് ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചു, മനസ്സ് വിചാരിച്ചു. അപ്പോ എന്റെ മേലേമത്തില് ഗോപി എന്ന് പറഞ്ഞിട്ട് ഒരാള് ബേക്കറി നടത്തുന്നുണ്ട്. അപ്പൊ ആ ആളിന്റെ വീട്ടിൽ ഞാൻ ലേശം ജോലിക്കായിട്ട് പോയി. ജോലിക്ക് പോയി ജോലി കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും പുള്ളി ഇങ്ങനെ പോക്കറ്റിൽ കയറ്റി. അപ്പൊ അദ്ദേഹവും ഞാനും കൂടെ അവിടെ ആശ്രമത്തിൽ വരും, അദ്ദേഹത്തിന്റെ ഫാമിലി എല്ലാവരും വരും. അപ്പൊ എൻ്റെ വണ്ടി ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഞാനും കൂടെ ആണ് അങ്ങനെ അറേഞ്ച് ചെയ്താണ് വരുന്നത്. പോക്കറ്റിൽ കൈയിട്ട് അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, അയ്യോ പൈസ വേണ്ട എന്ന് പറഞ്ഞിട്ട്, വേണ്ട എന്ന് നിർബന്ധപൂർവ്വം ഞാൻ പറഞ്ഞു ഒഴിഞ്ഞു. അപ്പൊ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്ത് ഇറങ്ങി ഫ്രണ്ടിൽ വന്നിട്ട് പുള്ളിയുടെ വീടിന്റെ ഫ്രണ്ടിൽ ഒരു ഡോർ തുറന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഭഗവാന്റെ ഫോട്ടോ ഒരു മേശയുടെ പുറത്ത് വെച്ചിട്ടുണ്ട്, വിളക്ക് വെച്ചിട്ടുണ്ട്, അങ്ങനെ ഉണ്ട്. അപ്പൊ പുള്ളി അകത്ത് കയറിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, കയറി വാ എന്ന് പറഞ്ഞു. ഞാൻ ഭഗവാനെന്ന് പറഞ്ഞാല് കയറൊന്നുമില്ല. ഞാൻ അകത്ത് കയറി അങ്ങനെ തൊഴുത് കുറച്ച് അദ്ദേഹത്തിന്റെ അനുഭവമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വന്നിട്ട് പുള്ളി ഞാൻ നോക്കും വീണ്ടും പൈസ എടുക്കാനുള്ള, ഞാൻ പറഞ്ഞു വേണ്ട പൈസ വേണ്ട. പക്ഷെ പുള്ളി എടുത്തതെന്ന് പറഞ്ഞാല് ഭഗവാൻ മുമ്പ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള പൈസ നിന്ന് കുറച്ച് പൈസ എടുത്തിട്ട് തന്നിട്ട് പറഞ്ഞ്, ഇത് ഭഗവാന്റെ പൈസയാണ്, നീ ഇത് വേണ്ടാന്ന് പറയരുത് എന്ന് പറഞ്ഞു. ഞാനത് 2 കൈ നീട്ടി വാങ്ങിച്ചതാണ്. പിന്നെ 2 കൈ നീട്ടി വാങ്ങിച്ച് അദ്ദേഹത്തിന്റെ കാല് തൊഴുത് എനിക്ക് വല്ലാത്തൊരു അവസ്ഥയിലായി. ഞാൻ ആഗ്രഹിച്ചത് ശരിയാണ്, ഇങ്ങനെ ഭഗവാന്റെ കയ്യിൽ നിന്ന് എനിക്ക് കൈനീട്ടം കിട്ടിയില്ലല്ലോ എന്ന് ഞാൻ അങ്ങനെ ആശിച്ചു. പക്ഷെ ഇദ്ദേഹം ഇങ്ങനെ എനിക്ക് തരുകയും ചെയ്തു. അത് വലിയ കാര്യമായിട്ട് എന്നെ കരുതുന്നു. ഞാൻ അത് കൊണ്ടുവന്ന് ഭദ്രമായിട്ട് വച്ചിട്ടുണ്ട്. പക്ഷേ സാറ് എനിക്ക് അങ്ങനെ അതിച്ച ദാരിദ്ര്യം വന്നിട്ടില്ല. ഭഗവാൻ ഇപ്പോഴും, ഞാൻ വെറുതെ പറയല്ല, ഇപ്പോഴും ഭഗവാൻ എനിക്ക് പൈസ തരാനുണ്ട്. പൈസ ഞാൻ ആ ഭഗവാൻ കരുതി തരണ പൈസ ഞാൻ കൊണ്ട് വച്ചിട്ടുണ്ട്. അത് ഞാൻ അതിൽ നിന്നൊരു 5 പൈസ പോലും ഞാൻ അതിൽ നിന്ന് എടുക്കാറില്ല. എനിക്ക് എന്തൊക്കെ കാശിന് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാലും ഞാൻ അതിന് എടുക്കൂല. മനസ്സിലായി. അതിനു മുമ്പ് എനിക്ക് വേറെ പൈസ വരും. ആ പൈസ വെച്ചിട്ടാണ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ ഈ പൈസ അവിടെ ഉണ്ടെന്നോ അത് എടുക്കണമെന്നോ ഉള്ളൊരു ചിന്തയെ വരില്ല.
ഈ കഴിഞ്ഞ ഓണത്തിന് ആശ്രമത്തിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും അപ്പൊ ഓണത്തിന് മോക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് മോളെയും കൂടെ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഞാനൊരു ജുവലറി കണ്ടുവച്ച് അവിടെ നിന്ന് ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്കും മോക്ക് ഒരു സ്വർണത്തിന് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെന്ന്. അപ്പോൾ അന്ന് തിരുവോണമാണ്, അന്ന് തുറന്നില്ലായിരുന്നു. 4ാം ഓണത്തിന് പോയപ്പോഴത്തേക്കും ഫാമിലി ആയിട്ടാണ് പോയത്. അപ്പോൾ ഞാൻ തിരിച്ചു വരുന്ന വരവിൽ ഇവരുടെ ആരുടെയും പറഞ്ഞില്ല. തിരിച്ചു വരുന്ന വരവിൽ ഞാൻ ഇങ്ങനെ അമ്മയോട് പറഞ്ഞ, അമ്മ നമുക്ക് കൊച്ചിന് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം അമ്മ. അപ്പോൾ എൻ്റെ ഇങ്ങോട്ട് പൈസ, അത് ഞാൻ പറഞ്ഞു, അത് ഭഗവാൻ തന്ന പൈസ കുറച്ച് എൻ്റെ കയ്യിലുണ്ട്, അതിന്ന് വാങ്ങിക്കാം. അത് എല്ലാം എടുത്തില്ല, കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പോൾ മോക്ക് ഞാൻ ഒരു മോതിരം വാങ്ങിക്കാൻ വേണ്ടി കയറി. പക്ഷെ ഒരു ചെറിയൊരു ബ്രേസ്ലെറ്റ് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. അത് വേറെ ആരെയല്ല, ഭഗവാന്റെ പൈസയാണ്. എൻ്റെ പൈസ ആണെങ്കിൽ എൻ്റെ കയ്യിൽ ഇരിക്കൂല, ഭഗവാന്റെ പൈസ. അതൊന്നും നമുക്ക് ഇതൊന്നും ആരുടെ ഞാൻ പറയില്ല, പറഞ്ഞിട്ടില്ല സാർ. പക്ഷെ ഞാനിതിപ്പോ ഇവിടെ പറയാനുള്ള കാരണം, സാറിന്റെ ഈ എപ്പിസോഡിൽ പലപ്പോഴും സാറ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഭഗവാൻ പറഞ്ഞിട്ടുള്ളതും ചെയ്തിട്ടുള്ളതുമായ കാര്യങ്ങൾ ഇവിടെ പറയാൻ ചിലർ അറയ്ക്കുന്നുണ്ട്. സത്യം. അപ്പോ ഭഗവാൻ കൊടുത്ത കാശിൽ നിന്നാണ് അന്ന് എനിക്ക് അദ്ദേഹം 100 രൂപ തന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇത് കുറഞ്ഞു പോകുന്നുള്ള ചിന്തയോടും കൂടെ അല്ല തന്നത്. ഒരിക്കലും അല്ല. ഭഗവാൻ അങ്ങനെ തരണമെങ്കിലേ, ഭഗവാൻ കൊടുത്ത പൈസയാണ്, അതിൽ നിന്ന് ഇത്രയും നിന്റെ ഇരിക്കട്ടെന്ന് പറഞ്ഞിട്ട് തരണമെങ്കിൽ അദ്ദേഹം നല്ല മനസ്സോടുകൂടി എനിക്ക് പറയാനുള്ളത്, ഇതുപോലുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഭഗവാന്റെ ഈ ചാനലിൽ ഒന്ന് പറയണം. നമ്മളിപ്പോ ഭഗവാനെ ഭയങ്കരമായിട്ട് പുറത്തറിയിപ്പിക്കാനല്ല, അറിയണം, അത് അറിയണം. സത്യം. നമ്മൾ ഈ ആശ്രമങ്ങളിലൊക്കെ പോകുമ്പോഴുള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞാല്, നമ്മളെല്ലാം തൊഴുത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അവര് ഭക്ഷണം തരാനാ, സാറേ ഭക്ഷണം തരാൻ എന്ത് വേണമെന്ന് ചോദിച്ചിട്ടാണ് കൊണ്ട് തരണത് ആഹാരം. അത് ഭഗവാന്റെ ആഗ്രഹം അതായിരുന്നു ആദ്യം തൊട്ടേ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ പോത്തങ്കോട് ആശ്രമത്തിൽ പുറത്താണ് വെള്ളം വെച്ചേക്കുന്നത്. അതെ. നമ്മൾ അകത്തുനിന്ന് ആഹാരം എടുത്തുകൊണ്ട് വന്നിട്ട് പുറത്തിരുന്ന് കഴിച്ചാലും അകത്ത് നിൽക്കുന്ന ആളുകൾ അവിടെ നിന്ന് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പുറത്ത് വന്നിട്ട് ഈ വെള്ളം എടുത്തിട്ട് കൊണ്ടെത്തിച്ചേരും, നമുക്ക് ഓരോരുത്തരെ കൊണ്ടുതരും. സ്നേഹം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം സ്നേഹമാണ് അവിടെ ഓരോരുത്തർക്കും. നമുക്കിപ്പം എല്ലാ കാര്യങ്ങളും അവിടെ എത്താൻ പറ്റില്ല. കാരണം പറഞ്ഞാൽ ഓരോ കാര്യങ്ങൾ ഭഗവാൻ ഓരോരുത്തരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും. സാമ്പത്തികമായിട്ട് ആണെങ്കിൽ അങ്ങനെ വന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യാനാണെങ്കിൽ അതങ്ങനെ, വന്ന് തൊഴുതു പോകാനാണെങ്കിൽ അതങ്ങനെ കുറച്ച് പേർക്ക് അതങ്ങനെ മനസ്സ് കൊടുത്തിട്ടുണ്ട്. ചിലർ വന്ന ഒരു 2-3 മണിക്കൂർ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് പോണവർ ഓരോരുത്തരും ഓരോ രീതിയിൽ അവിടെ ഭഗവാൻ വരുത്തും. അതെ, സത്യം. അപ്പൊ നമ്മള് അവിടെ നിൽക്കുന്നവരായാലും ഇനി പോവാൻ ആഗ്രഹിക്കുന്നവരായാലും ആ ഒരു കാര്യങ്ങൾ ചിന്തിച്ച് വേണം നമ്മളവിടെ പോവാനും അവിടെ ആശ്രമത്തിൽ നിൽക്കാനും. ആരെയും കുറ്റം പറയാത്ത രീതിയിൽ എല്ലാം ഭഗവാൻ അങ്ങനെ കേട്ടിട്ടുള്ളൂ, എല്ലാം ഒന്നൊന്ന രീതിയിൽ കണ്ട് മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയും ഇതുപോലുള്ള അനുഭവങ്ങൾ, ഭഗവാനെ കുറിച്ച് ഇതുപോലുള്ള അനുഭവങ്ങൾ ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ കൃത്യമായിട്ടും ഇതിൽ വരണം. ഞാൻ ഇതിൽ വന്നത് യാദൃശ്ചികമായിട്ട് വന്നതാണ്. എനിക്ക് ഇതിൽ വരാനുള്ള ഉള്ള കാര്യം സാർ, എനിക്ക് ഇതിൽ വന്ന് ഇങ്ങനെ സംസാരിക്കേണ്ട ഒരു അർഹതയില്ല സാർ. കാരണം യാദൃശ്ചികമായിട്ട് നമ്മളെ അശോകൻ ചേട്ടൻ അവിടെ ഭഗവാൻ നിശ്ചയിക്കാതെ വരാൻ പറ്റില്ലല്ലോ. അവിടെ ആശ്രമത്തിൽ വന്ന സമയത്ത് അശോകൻ ചേട്ടൻ ഇങ്ങനെ എന്റെ ചോദിച്ച്, ഞാൻ പറഞ്ഞു ഇല്ല കുഴപ്പമില്ല ഞാൻ വരാം. അന്ന് തന്നെ അശോകൻ ചേട്ടൻ ഒരു ഡേറ്റ് പറഞ്ഞു, ഇന്ന ഡേറ്റ്, ശരി ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അത് നേരത്തെ സാറ് പറഞ്ഞ പോലെ അത് ഭഗവാൻ എനിക്ക് മുമ്പേ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടു പോണവർ ഒരുപാട് പേരുണ്ട്. അവരൊക്കെ വരണം, വന്ന് ഈ വക കാര്യങ്ങളൊക്കെ അവരൊക്കെ പറയാൻ പറ്റണത് പറഞ്ഞാൽ മതി, അതിനപ്പുറം പറയണം. ആശ്രമത്തിൽ ഇനിയും ആശ്രമ ബന്ധുക്കൾ കൂടണം, ഭക്തർ വരണം. ഭഗവാന്റെ ആഗ്രഹം അതാണ്. ആ കാര്യങ്ങളെല്ലാം നടക്കണം എന്ന് മാത്രമാണ് എനിക്കിത് പറയാനുള്ളത്. ഈ ചാനൽ ഇനിയും വർഷങ്ങളോളം നിലനിന്ന് പോട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു. ഇത്രയും സമയം നല്ല തിരക്കുണ്ടായിരുന്നു. ഇത്രയും ദൂരെ നിന്ന് ബസ്സൊക്കെ കയറി ഇവിടെ വന്ന് ഭഗവാന്റെ ഈ ചാനലിൽ വന്ന് ഭഗവാനെ കുറിച്ച് ഇത്രയും സമയം പറയാൻ കാണിച്ച സന്മനസ്സിന് നന്ദി. അതുപോലെ അങ്ങക്കും കുടുംബത്തിനും ഭഗവാന്റെ നിത്യ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.